കണ്ണൻ നായരുണ്ട് കൊല്ലത്ത് നിന്നും. കണ്ണൻ നായർ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഇപ്പോൾ കൊല്ലത്ത് സമരം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് വന്ന ബസിന്റെ കണ്ടക്ടർക്കാണ് മർദ്ദനമേറ്റത്. കരുനാഗപ്പള്ളി ഡിപ്പോയിലെ കണ്ടക്ടർ ശ്രീനാഥനാണ് മർദ്ദനമേറ്റത്. എന്താ സംഭവിച്ചത്? ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് വരികയായിരുന്നു. അപ്പം നമ്മുടെ ഈ കൊല്ലത്ത് സ്റ്റാൻഡ് എത്താറാകുമ്പോൾ സിഗ്നൽ ഉണ്ടല്ലോ, ഈ സിഗ്നലിൽ അവിടെ വെച്ച് ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ തടയുകയും അവർ ഒന്ന് അസഭ്യം പറയുകയായിരുന്നു. അതിനകത്ത് ഒരാൾ ബസ്സിനകത്ത് കയറി, ഒരാൾ അടിക്കുന്ന ഓങ്ങിയതേ ഉള്ളൂ, ഒരാൾ അടിക്കുകയും ചെയ്തു. ഒരു വെളുത്ത ഷർട്ടിട്ട ഒരു നീളം കുറഞ്ഞ ഒരാൾ നമ്മളെ അടിക്കുകയും ചെയ്തു. ഈ മന്ത്രി പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? മന്ത്രി പറഞ്ഞിട്ട് മന്ത്രിയുടെ ഉറപ്പിന്റെ പുറത്താണ്. ഇല്ല, സർക്കാർ മെയിനായിട്ടും ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചത് കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം ശമ്പളം പോകും. ആ ശമ്പളം പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ജോലിക്ക് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ ചിലപ്പം വരുത്തില്ല. സർക്കാർ പ്രഖ്യാപിത പണിമുടക്കാണ്. പക്ഷെ എന്തുകൊണ്ട് സർക്കാർ പണിമുടക്ക് ഈ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നമ്മൾ. ആ സമയത്ത് പോലീസ് ഇല്ലായിരുന്നോ? പോലീസിന്റെ വെളിയിൽ നിന്നായിരുന്നു. ഞാനും ഡ്രൈവർ മാത്രമായിരുന്നു. വണ്ടിക്കകത്തുള്ള യാത്രക്കാരൊക്കെ ഇറങ്ങിപ്പോയി. അപ്പം അവർ കയറി വന്ന് അടിക്കുമായിരുന്നു. എത്ര യാത്രക്കാരുണ്ടായിരുന്നു വണ്ടിക്കകത്തൊരു 7 അവരുടെ മുന്നിൽ വെച്ചാണ് മറിച്ചത്? അവരപ്പോഴത്തേക്ക് ഇറങ്ങി പോയെന്ന് തോന്നുന്നു അല്ലേ? യാത്രക്കാർ അപ്പോഴത്തേക്ക് ഇറങ്ങി. സമരക്കാർ വരുന്നുണ്ട്, ഡോറ് തുറന്നു. അപ്പോഴത്തേക്ക് അവരിറങ്ങിപ്പോയി. പിന്നെ ഞാനും ഡ്രൈവറും മാത്രമേ ഉള്ളൂ വണ്ടിക്കകത്ത്. ഈ മർദ്ദനമേറ്റ വ്യക്തിയാണ് കരുനാഗപ്പള്ളി ഡിപ്പോയിലെ കണ്ടക്ടറാണ്. ഈ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ എൻ്റെ ഡോറ് തുറന്നിട്ട് എന്താണ് സമരമായിട്ട് വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ വന്ന് എൻ്റെ കാലിൽ പിടിച്ച് വലിക്കുകയുണ്ടായി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന്. അപ്പം ഞാനിത് കണ്ടപ്പോഴേ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി സേഫ്റ്റി ആയിട്ട് നമ്മൾ നിർത്തിയിരുന്നതാണ്. അപ്പോൾ നമ്മളിനി വലിയ താഴെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ നിയന്ത്രണത്തിന് ഉരുണ്ട് പുറകോട്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ട് ഇത് കണ്ടപ്പോഴേ ഞാൻ അഡ്വാൻസ് ആയിട്ട് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരുവിധ ഇതുമില്ല, നമ്മൾ തൊഴിലിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് പറഞ്ഞ് അപ്പോൾ അവർ എൻ്റെ കാലിൽ പിടിച്ച് വലിച്ച ആൾ അങ്ങ് മാറി. ആ സമയത്താണ് വണ്ടിക്ക് അകത്തൂടെ ഒരാൾ കയറി വന്നിട്ട് കണ്ടക്ടറോട് സംസാരിച്ച ശേഷം കണ്ടക്ടർ വീഡിയോ എടുത്തെന്ന് പറഞ്ഞ് കണ്ടക്ടറുടെ മുഖത്തടിച്ച്. അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ് അടിക്കുന്നത്. ഇതാണ് മോത്തി അവസ്ഥ. കാര്യം മന്ത്രിയുടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്കായി എത്തിയ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജോലിക്കായി ഈ ജീവനക്കാർ എത്തിയത്. അവർക്ക് നേരെയാണ് സമരാനുകൂലികൾ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു. ഡ്രൈവറുടെ കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കുന്ന സ്ഥിതിവിശേഷവും കാലിൽ പിടിച്ച് വലിക്കുക, അപകടകരമായ രീതിയിൽ ഇത്തരത്തിൽ പെരുമാറുക, ഇത്തരം കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ഖേദകരമാണ്. ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കേണ്ടതാണ്. മന്ത്രിയുടെ വാക്കുണ്ട്. ഇന്ന് KSRTC ബസ്സുകൾ ഓടും, യൂണിയനുകൾ സമരത്തിൽ ഉൾപ്പെടില്ല എന്ന മന്ത്രിയുടെ വാക്ക് കേട്ട് ജോലിക്ക് എത്തിയവരുണ്ട്. ഒപ്പം ഒരു ദിവസത്തെ ശമ്പളത്തിനായി പണിയെടുക്കുന്നത്. ഒരു പ്രതികരണം കൂടി. നിങ്ങൾക്ക് സർവീസ് പോകാൻ തയ്യാറായിട്ട് വന്നതാണ്. പക്ഷെ വണ്ടിക്ക് ഇല്ല, ആളുമില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. സർവീസ് ഗുണാച്ചാൽ വണ്ടിക്കകത്ത് ഒന്നാണ് ആളില്ല. ഇപ്പോൾ കട്ടപ്പനയിൽ ഒരു തിരുവനന്തപുരം വണ്ടി ഇവിടെ വന്നിട്ട് 60 രൂപ ഇവിടം വരെ വന്നപ്പോൾ ഓടിയത്. യാത്രക്കാരില്ല. ഇല്ല. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റാൻഡിൽ തന്നെ നോക്കി എത്ര പേരുണ്ട്. ഒരു സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വന്ന സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന ഒരു വണ്ടി, അത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നതാണ്. എത്ര പേര്? ഒരു ഒരാളുണ്ട്. അതാണ് അവസ്ഥ. പണിമുടക്കെന്ന് വെച്ചാൽ കട്ടപ്പനയിൽ പോയി, എറണാകുളം പോയി, ബൈക്കും ഇതും പിടിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനില്ല. കട്ടപ്പനയ്ക്കൊക്കെ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിലും ഉള്ളൂ. പിന്നെ വഴിക്കൊന്നും കിട്ടാനൊന്നും വഴിക്കും ആളില്ല. ഓഫീസിൽ ആരും ഇല്ല. ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു കളക്ടറേറ്റ് ടിക്കറ്റാണ് കൂടുതലും കിട്ടുന്നത്. അതുപോലും ഇന്ന് കിട്ടാനില്ല. അതാണ് അവസ്ഥ. അതായത് സർവീസ് നടത്താൻ കുറച്ച് ജീവനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്, പണിമുടക്കിൽ പങ്കെടുക്കാത്ത സംഘടനയിൽപ്പെട്ട ആളുകൾ. പക്ഷേ അവരെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് യാത്ര ചെയ്യാൻ യാത്രക്കാരില്ല എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്.